ഓൺലൈൻ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമായ വെബെക്സിനെ കുറിച്ചുള്ള ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വെബെക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, മൊബൈൽ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഒരു മീറ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു മീറ്റിങ്ങിൽ എങ്ങനെ ജോയിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുൻപ് വെബെക്സിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് വെബെക്സിൻ്റെ സൈറ്റിലേക്ക് പോകാം. ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ വെബെക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് വെബെക്സിൻ്റെ സൈറ്റാണ്, അതായത് webex.com. ഈ സൈറ്റിൽ സൈൻ അപ്പ് നൗ എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സൈൻ അപ്പ് ഫ്രീ, ഇറ്റ് ഈസ് ക്വിക്ക് എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തുകൊണ്ട് സൈൻ അപ്പ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. സൈൻ അപ്പിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് ലോഡ് ചെയ്യും. ഈ പേജിൽ യൂസറിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത്, പത്മകുമാർ. ലാസ്റ്റ് നെയിം PK എന്ന് കൊടുക്കുന്നു. അടുത്ത കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ലോഡ് ചെയ്ത് വന്നിരിക്കുന്ന പേജിൽ ചെക്ക് യുവർ ഇൻബോക്സ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് 24 മണിക്കൂറാണ് അതിൻ്റെ എക്സ്പയറി ടൈം. നമുക്ക് ഉടൻ തന്നെ ഇമെയിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇമെയിലിൽ വെബെക്സിൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഈ ഇമെയിലിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഹെഡിങ്ങിന് താഴെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി യൂസർ നെയിമായിട്ടും പിന്നീട് ഒരു വെബെക്സ് സൈറ്റ് മീറ്റിംഗ് സ്പേസ് 48.webex.com എന്നും തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന ലിങ്ക് ഉണ്ട്. നമുക്കതിൽ പ്രസ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് വെബെക്സിന് പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഈ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡിന് കുറഞ്ഞത് 8 ക്യാരക്ടർ വേണം. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം. ഓൾട്ടർനേറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററാണ് കൊടുക്കേണ്ടത്. ഇതിൽ കുറഞ്ഞത് ഒരു നമ്പറെങ്കിലും വേണം. ഈ പറഞ്ഞ പ്രകാരമുള്ളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം അതേ പാസ്വേഡ് റീ എൻ്റർ ചെയ്യാം. അടുത്തായി കണ്ടിന്യൂ പ്രസ് ചെയ്യാം. അടുത്തായി ലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് വെബെക്സിലുള്ള നമ്മുടെ അക്കൗണ്ട് പേജിലേക്കാണ്, അതായത് പേഴ്സണൽ റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ റെഡിയാണ്. ഇവിടെ തന്നെ ഡയറക്റ്റ് നമുക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്കുണ്ട്. അതുപോലെ ഷെഡ്യൂൾ എന്ന മറ്റൊരു ലിങ്കും ഉണ്ട്. ഈ അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോം, മീറ്റിംഗ്സ്, റെക്കോർഡിങ്സ്, പ്രിഫറൻസ്, ഇൻസൈറ്റ്സ്, സപ്പോർട്ട്, ഡൗൺലോഡ്സ്, ഫീഡ്ബാക്ക്. നമുക്ക് ആദ്യം വെബെക്സ് മീറ്റിംഗ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ലിങ്കിൽ ഒരു വെബെക്സ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ മീറ്റിങ്ങിൻ്റെ ടോപ്പിക്ക്, ദെൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം മീറ്റിങ്ങിൻ്റെ തീയതിയും സമയവും സെറ്റ് ചെയ്യാം. ദെൻ ഷെഡ്യൂൾ പ്രസ് ചെയ്യുമ്പോൾ ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യപ്പെടും. അടുത്തായി റെക്കോർഡിങ്സ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യാം. ഈ ടാബിൽ പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ ഏതെങ്കിലും വീഡിയോ ചാറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തായി പ്രിഫറൻസ് ലിങ്കിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യുക, ഓഡിയോ, വീഡിയോ, ദെൻ ഷെഡ്യൂളിംഗ്, റെക്കോർഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻസൈറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെബെക്സിൽ നമ്മളെ കോൺടാക്റ്റ്, ഇതുവരെ നടത്തിയ വെബ് ചാറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാണാൻ പറ്റും. സപ്പോർട്ട് എന്ന മെനുവിൽ വെബെക്സിൻ്റെ ഹെൽപ്പും കോണ്ടാക്ട് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡൗൺലോഡ് പേജിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിസ്കോ വെബെക്സ് മീറ്റിംഗ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് ഈ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് സിസ്കോ വെബെക്സ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് ആണ്. അതിനുശേഷം സിസ്കോ വെബെക്സ് മീറ്റിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും
ഈ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വെബ് ആപ്ലിക്കേഷൻ ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തായി ക്രോം പോലെയുള്ള വെബ് ബ്രൗസറിന് വേണ്ടിയുള്ള വെബെക്സ് എക്സ്റ്റൻഷനാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ക്രോമിലേക്കൊരു വെബെക്സ് എക്സ്റ്റൻഷൻ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി തന്നിരിക്കുന്നത് ജി സ്യൂട്ടിലുള്ള ഗൂഗിൾ കലണ്ടറിലേക്ക് വെബെക്സ് മീറ്റിംഗ് സെറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ വെബെക്സ് മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ചെയ്തത് സേവ് ചെയ്യാൻ സാധിക്കും. അടുത്തായി മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 മീറ്റിംഗ് ഷെഡ്യൂളറാണ് തന്നിരിക്കുന്നത്. അവസാനമായിട്ട് ഡൗൺലോഡ് തന്നിരിക്കുന്നത് വെർച്വൽ ഡെസ്ക്ടോപ്പിലേക്കുള്ള വെബെക്സ് മീറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അടുത്തായി വെബെക്സിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡെസ്ക്ടോപ്പ് വെർഷൻ ആപ്ലിക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ആദ്യം വരുന്ന വിൻഡോയിൽ ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാൾ പ്രസ് ചെയ്യാം. ഈ ഇൻസ്റ്റലേഷൻ ഏകദേശം 2 മിനിറ്റിൽ പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോ വെബെക്സ് മീറ്റിങ്ങിലേക്ക് സൈൻ ഇൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത ഇമെയിൽ ID കൊടുത്ത് നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് വിൻഡോയ്ക്ക് താഴെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് നൽകിയതിന് ശേഷം സൈൻ ഇൻ പ്രസ് ചെയ്യാം. നമ്മൾ എൻ്റർ ചെയ്ത യൂസർ നെയിം പാസ്വേഡും ശരിയാണെങ്കിൽ നെക്സ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന ഓപ്ഷനും താഴെ ജോയിൻ എ മീറ്റിംഗ് എന്നും 2 ഓപ്ഷൻസ് വരും. ആദ്യം നമുക്ക് ജോയിൻ എ മീറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഏകദേശം 10 അക്കങ്ങളുള്ള ഒരു മീറ്റിംഗ് ID എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന മീറ്റിംഗ് ID ഈ ഫീൽഡിൽ എൻ്റർ ചെയ്തിട്ട് ജോയിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഐഡിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ മീറ്റിങ്ങിലേക്ക് ലോഗിൻ ആവും. ഇവിടെ ഞാൻ പാരലായിട്ട് എൻ്റെ തന്നെ പേരിലുള്ള മറ്റൊരു ലോഗിനിൽ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓഡിയോയുടെയും വീഡിയോയുടെയും സെറ്റിങ്സ് പരിശോധിക്കാം. ഒരു ലിസണർ എന്ന രീതിയിൽ ഓഡിയോയും വീഡിയോയും മ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു മീറ്റിങ്ങിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രസൻറ്റർ പ്രസൻറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണോ ഈ വിൻഡോയിൽ കാണാൻ സാധിക്കും. ഇനി ഒരു ലിസണർക്ക് സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് എന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ്. അതുപോലെ സ്റ്റാർട്ട് വീഡിയോ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ലിസണറുടെ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഈ 2 ഓപ്ഷൻസ് കൂടാതെ ഷെയർ എന്ന ബട്ടൺ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിസണർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്ലൈഡ് പ്രസൻറ്റേഷനിൽ ഓപ്റ്റ് ചെയ്യുന്നു. അതിവിടെ പ്രസൻറ്റേഷനായിട്ട് ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ടാബിൽ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കൊടുത്താൽ നമ്മളുടെ കറണ്ട് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതുമാണ്. ഇത് കൂടാതെ ഒരു ലിസണർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിന് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണുമായിട്ടോ ചാറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ബട്ടണുകൾ പ്രസ് ചെയ്ത് വെബെക്സിൻ്റെ ലേഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി വെബെക്സ് മീറ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ക്രോസ് മാർക്കുണ്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോൾ വെബെക്സ് മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കും. അടുത്തായി എങ്ങനെയാണ് ഒരു വെബെക്സ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഒരു വെബെക്സ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യണം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് ID മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്ന വിൻഡോയിൽ ഓഡിയോയുടെയും വീഡിയോയുടെയും സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മ്യൂട്ട് കണ്ടീഷനാണോ, വീഡിയോ ഓപ്പൺ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് മീറ്റിങ്ങിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോ പ്രസൻറ്ററിൻ്റെ വിൻഡോയാണ്. ഈ വിൻഡോയിൽ നിന്നുകൊണ്ട് മീറ്റിംഗ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ സാധിക്കും. ലിസണേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യാനും സാധിക്കും. ഇവ കൂടാതെ ഷെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വിൻഡോ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. ഇവിടെ മാത്ലാബ് എന്ന ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു പ്രസൻറ്റർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി റെക്കോർഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അത് പ്രസൻറ്ററിൻ്റെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ റെക്കോർഡ് വിൻഡോയിൽ 2 ബട്ടൺസ് ഉണ്ട്.
പോസ് എന്നും സ്റ്റോപ്പ് എന്നും. റെക്കോർഡിംഗ് പോസ് ചെയ്യാനും റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനും ഈ ബട്ടൺസ് ഉപയോഗിക്കാം. പ്രസൻറ്റേഷന് ശേഷം മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ എക്സ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻസ് വരും. പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എൻഡ് മീറ്റിംഗ് പ്രസ് ചെയ്യാം. വീഡിയോ ചാറ്റ് എൻഡ് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ റെക്കോർഡിംഗ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ് കാണിക്കുന്നതാണ്. അടുത്തായി വെബെക്സ് ആപ്ലിക്കേഷൻ്റെ മൊബൈൽ വെർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൽ, അത് ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ വെബെക്സ് എന്ന് സെർച്ച് ചെയ്യാം. വെബെക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സിസ്കോ വെബെക്സ് മീറ്റിംഗ് എന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അതിൽ ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഏറ്റവും താഴെയുള്ള ഓപ്പൺ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് വെബെക്സ് ഓപ്പൺ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന പെർമിഷൻസ് അലോ ചെയ്യാം. അതിനുശേഷം വരുന്ന വിൻഡോയിൽ 2 ബട്ടൺ കാണും. ജോയിൻ എ മീറ്റിംഗ് എന്നും രണ്ടാമത്തത് സൈൻ ഇൻ എന്നുമാണ്. ജോയിൻ എ മീറ്റിംഗ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഒരു മീറ്റിങ്ങിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. സൈൻ ഇൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഈ വെബെക്സ് മീറ്റിങ്ങിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനായി യൂസർ നെയിമായിട്ട് ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ കുറച്ച് പെർമിഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തായി വരുന്ന ഓപ്ഷൻ ഫിംഗർ പ്രിൻ്റ് വെച്ച് ലോഗിൻ ചെയ്യാനുള്ള പെർമിഷനാണ്. അതിൽ യെസ് പ്രസ് ചെയ്ത് ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഉപയോഗിച്ച് ലോഗിൻ ആക്സസ് എനേബിൾ ചെയ്യാം. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഫങ്ഷണലായിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓപ്ഷൻസ് എല്ലാം ഡെസ്ക്ടോപ്പ് വെർഷനുമായിട്ട് സിമിലറാണ്. ഇവിടെ ഒരു യൂസർക്ക് പ്രസൻറ്ററായിട്ടും ലിസണറായിട്ടും ഈ ആപ്ലിക്കേഷനെ ഉപയോഗിക്കാൻ സാധിക്കും. വെബെക്സിനെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.